بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അല്ലാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. أخرج منها ماءها ومرعاها. വചനം 31. അഖ്റജ പുറപ്പെടുവിച്ചു, മിൻഹ അതിൽ നിന്ന്, മാഅഹ അതിലെ വെള്ളം, വമർആഹ അതിലെ മേച്ചിൽ സ്ഥലവും മേയുന്ന സ്ഥലവും, അതിൽ നിന്ന് അതിലെ ഉറവു ജലവും അതിലെ മേച്ചിൽ സ്ഥലവും അഥവാ സസ്യലതാദികളും അവൻ പുറപ്പെടുവിച്ചു. والجبال أرساها. വചനം 32. വൽ ജിബാല മലകളെയും, അർസാഹ അവയെ അവൻ ആണിയിട്ടു ഉറപ്പിച്ചു, മലകളെയും അതിൽ ആണിയിട്ടുറപ്പിച്ചു. متاعا لكم ولأنعامكم. വചനം 33. മതാഅൻ ഉപയോഗത്തിനായിട്ട്, ലക്കും നിങ്ങൾക്ക്, വലി അൻആമിക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും, നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗത്തിനായിട്ട്. فإذا جاءت الطامة الكبرى. വചനം 34. ഫഇദാ ജാഅതി എന്നാൽ വന്നാൽ, വരുമ്പോൾ, അത്തോമ്മത്തു അടക്കി ജയിക്കുന്ന മഹാവിപത്ത്, അൽ കുബറ വമ്പിച്ച ഏറ്റവും വലിയ, എന്നാൽ എല്ലാറ്റിനെയും അടക്കി ജയിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് വന്നാൽ, يوم يتذكر الإنسان ما سعى. വചനം 35. യൗമയതദക്കറു ഓർമ്മിക്കുന്ന ദിവസം, അൽ ഇൻസാനു മനുഷ്യൻ, മാ സഅ അവൻ പ്രയത്നിച്ചത്, ചെയ്തുവച്ചത്, പരിശ്രമിച്ചത്, അതായത് മനുഷ്യൻ താൻ പ്രവർത്തിച്ചു വെച്ചതിനെക്കുറിച്ച് ഓർമ്മിക്കുന്ന ദിവസം. وبرزت الجحيم لمن يرى. വചനം 36. വബുരിസതി വെളിക്കു വരുത്തപ്പെടുകയും ചെയ്യുന്ന, അൽ ജഹീം കത്തിജ്വലിക്കുന്ന നരകം, ലിമയ്യറോ കാണുന്നവർക്ക്, കത്തിജ്വലിക്കുന്ന നരകം കാണാവുന്നവർക്കു കാണുവാൻ വേണ്ടി വെളിക്കു കൊണ്ടുവരപ്പെടുകയും ചെയ്യുന്ന ദിവസം. فأما من طغى. വചനം 37. ഫഅമ്മാമൻ എന്നാൽ അപ്പോൾ യാതൊരുവൻ, തോഗോ അതിരുവിട്ടു, എന്നാൽ അപ്പോൾ യാതൊരുവൻ അതിരുവിട്ടിരിക്കുന്നുവോ, وآثر الحياة الدنيا. വചനം 38. വആസറ പ്രാധാന്യം നൽകുകയും ചെയ്തു, തിരഞ്ഞെടുക്കുകയും ചെയ്തു, അൽ ഹയാത്ത ദുനിയ ഐഹിക ജീവിതത്തിന്, ജീവിതത്തെ ഐഹിക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തിരിക്കുന്നുവോ, فإن الجحيم هي المأوى. വചനം 39. ഫഇന്നൽ ജഹീമ എന്നാൽ കത്തിജ്വലിക്കുന്ന നരകം, ഹിയൽ മഅ്വാ അതുതന്നെ സങ്കേതസ്ഥാനം, അവനു കത്തിജ്വലിക്കുന്ന നരകം തന്നെയാണ് സങ്കേതസ്ഥാനം.
وأما من خاف مقام ربه ونهى النفس عن الهوى വചനം 40. വഅമ്മാമൻ ഖോഫ, അപ്പോൾ പേടിച്ചവനോ, യാതൊരുവൻ ഭയപ്പെട്ടുവോ, മഖാമ റബ്ബിഹി, തന്റെ റബ്ബിന്റെ സ്ഥാനം, റബ്ബിങ്കൽ നിൽക്കുന്നതിനെ, വനഹന്നഫ്സ, മനസ്സിനെ വിലക്കുകയും ചെയ്ത, ദേഹത്തെ തടയുകയും ചെയ്ത, അനിൽ ഹവ, ഇച്ഛയിൽ നിന്ന്. അപ്പോൾ യാതൊരുവൻ തന്റെ റബ്ബിന്റെ സ്ഥാനത്തെ അഥവാ അവന്റെ മുമ്പിൽ നിൽക്കുന്നതിനെ ഭയപ്പെടുകയും മനസ്സിനെ ഇച്ഛയിൽ നിന്ന് വിലക്കി നിർത്തുകയും ചെയ്തിരിക്കുന്നുവോ, فإن الجنة هي المأوى വചനം 41. ഫഇന്നൽ ജന്നത, എന്നാൽ നിശ്ചയമായും സ്വർഗം, ഹിയൽ മഅ്വ, അതുതന്നെയാണ് സങ്കേതസ്ഥാനം. അവന് സ്വർഗം തന്നെയാണ് സങ്കേതസ്ഥാനം. يسألونك عن الساعة أيان مرساها വചനം 42. യസ്അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു, അനിസ്സാഅതി, അന്ത്യഘട്ടത്തെപ്പറ്റി, അയ്യാന, ഏതവസരമാണ്, മുർസാഹ, അതിന്റെ സ്ഥാപനം, സംഭവിക്കൽ. നബിയെ, അന്ത്യഘട്ടത്തെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു, ഏതവസരത്തിലാണ് അതിന്റെ സ്ഥാപനം അഥവാ അത് സംഭവിക്കൽ എന്ന്. فيما أنت من ذكراها വചനം 43. ഫീമ, എന്തിലാണ്, ഏതവസ്ഥയിലാണ്, ഏതു നിലയിലാണ്, അൻത, നീ, മിൻ ദിക്റോഹ, അതിന്റെ പ്രസ്താവനയെ സംബന്ധിച്ച് എന്തൊരു നിലയിലാണ് നീ ഉള്ളത്, അഥവാ നിനക്കു അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടല്ലോ. إلى ربك منتهاها വചനം 44. ഇലാ റബ്ബിക, നിന്റെ റബ്ബിങ്കലേക്കാണ്, മുൻതഹാഹ, അതിന്റെ കലാശം, ചെന്നവസാനിക്കൽ. നിന്റെ റബ്ബിങ്കലേക്കാണ് അതിന്റെ കലാശം, അത് അവനു മാത്രമേ അറിഞ്ഞുകൂടൂ. إنما أنت منذر من يخشاها വചനം 45. ഇന്നമ അന്ത, നിശ്ചയമായും നീ, മുൻദിറു, താക്കീതു നൽകുന്നവൻ മാത്രം, മൻ യഖ്ശാഹ, അതിനെ ഭയപ്പെടുന്നവർക്ക്, നിശ്ചയമായും അതിനെ ഭയപ്പെടുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാകുന്നു നീ. كأنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها വചനം 46. കഅന്നഹും, അവർ ആകുന്നു എന്ന പോലെയിരിക്കും, യൗമ യറൗനഹ, അതിനെ അവർ കാണുന്ന ദിവസം, ലം യൽബസു, അവർ താമസിച്ചിട്ടില്ല, കഴിഞ്ഞുകൂടിയിട്ടില്ല എന്ന പോലെ, ഇല്ല അശിയ്യതൻ, ഒരു സായാഹ്നം, വൈകുന്നേരം അല്ലാതെ, ഔ ദുഹാഹ, അല്ലെങ്കിൽ അതിന്റെ പൂർവാഹ്നം, ഇളയുച്ച സമയം, രാവിലെ. അതിനെ അവർ കാണുന്ന ദിവസം ഒരു സായാഹ്ന സമയമോ അല്ലെങ്കിൽ അതിന്റെ പൂർവാഹ്ന സമയമോ അല്ലാതെ അവർ ഇഹത്തിൽ കഴിഞ്ഞുകൂടിയിട്ടില്ലെന്ന പോലെയായിരിക്കും, അഥവാ അത്രയ്ക്കും ഭയങ്കരമായിരിക്കും അത്. ഇതെല്ലാം ചെയ്ത അള്ളാഹുവിന് നിങ്ങൾക്ക് രണ്ടാമതൊരു ജീവിതം നൽകുവാനും പരലോകമെന്ന മറ്റൊരു ലോകം സൃഷ്ടിക്കുവാനും കഴിയാതെ വരുമോ? ആലോചിച്ചു നോക്കുക.
നിത്യസത്യങ്ങളാകുന്ന ഇത്തരം ദൃഷ്ടാന്തങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, എല്ലാവിധ അത്യാപത്തുകളെയും വിസ്മരിപ്പിച്ചു കളയുന്നതും ലോകത്തെ ആകമാനം ബാധിക്കുന്നതുമായ ഏറ്റവും വലിയ വിപത്തായിരിക്കും ഖിയാമത്തു നാളിലെ വിപത്തുകൾ. അതുകൊണ്ടാണ് അതിന് അത്വാമത്തുൽ കുബറ, എല്ലാറ്റിനെയും അതിജയിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്ന് മനുഷ്യൻ ഏതേതു കാര്യങ്ങൾ മറന്നാലും ശരി, ഒരു കാര്യം അവന് ഓർമ്മ വരും. താൻ ഇഹത്തിൽ വെച്ചു ചെയ്ത കർമ്മങ്ങളത്രേ അത്. അവന്റെ ചെറുതും വലുതുമായ കർമ്മങ്ങൾ ഒന്നൊഴിയാതെ രേഖപ്പെടുത്തപ്പെട്ട ഒരു ഗ്രന്ഥം അവന്റെ കയ്യിൽ കൊടുക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ തങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച് കുറ്റവാളികൾക്കുണ്ടാകുന്ന പേടിയും പരിഭ്രമവും എന്തായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ. കൂടാതെ എല്ലാവർക്കും കാണത്തക്ക വിധം നരകം അടുത്ത് തയ്യാറുണ്ടായിരിക്കുകയും ചെയ്യും. ഇത് അവരുടെ വിഭ്രാന്തി കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. പക്ഷേ സജ്ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള പരിഭ്രമങ്ങളൊന്നും ബാധിക്കാതെ അള്ളാഹു കാത്തിരക്ഷിക്കുന്നതാണ്. വിചാരണയ്ക്ക് ശേഷം അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന വിധിയുടെ ചുരുക്കമാണ് 37 മുതൽ 41 വരെയുള്ള ആയത്തുകളിൽ കാണുന്നത്. ദുഷ്കർമ്മങ്ങളുടെ പശ്ചാത്തലമായി അള്ളാഹു എടുത്തു കാണിച്ച 2 കാര്യങ്ങൾ ശ്രദ്ധേയമാകുന്നു. ഒന്ന്, യാഥാർത്ഥ്യങ്ങളെയും ധാർമ്മിക മൂല്യങ്ങളെയും ധിക്കരിക്കുന്നതിലുള്ള അതിരുകവിയൽ. മറ്റൊന്ന്, ഐഹിക ജീവിതത്തിന് അതർഹിക്കുന്നതിൽ കവിഞ്ഞ് പ്രാധാന്യം നൽകൽ. നേരെ മറിച്ച് സൽക്കർമ്മങ്ങൾക്ക് നിദാനമായ 2 കാര്യങ്ങളും അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഒന്ന്, റബ്ബിന്റെ മുമ്പിൽ ഹാജരാകേണ്ടി വരുന്നതിനെക്കുറിച്ചുള്ള ഭയം. മറ്റൊന്ന്, ദേഹേച്ഛകളിൽ നിന്ന് മനസ്സിനെ തടഞ്ഞു നിർത്തുക. ആദ്യത്തെ 2 നിന്നും ഉടലെടുക്കുന്നതെല്ലാം പാപങ്ങളും ഒടുവിലത്തെ 2 നിന്നും ഉടലെടുക്കുന്നതെല്ലാം പുണ്യങ്ങളുമായിരിക്കും. അള്ളാഹു പുണ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അന്ത്യനാളിനെപ്പറ്റി ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സാധാരണ ഓർമ്മിപ്പിക്കാറും താക്കീത് ചെയ്യാറുമുണ്ടല്ലോ. എന്നാൽ അത് എപ്പോഴാണ് ഉണ്ടാകുക എന്ന് നിഷേധികൾ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും. അതിനുള്ള മറുപടിയാണിത്. മറുപടിയുടെ താൽപ്പര്യം ഇതാണ്: അത് എപ്പോഴാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ മറ്റാർക്കെങ്കിലുമോ അറിഞ്ഞുകൂടാ. അള്ളാഹുവിന് മാത്രം അറിയാവുന്നതും അവൻ ആർക്കും അറിയിച്ചു കൊടുക്കാത്തതുമായ ഒരു പരമരഹസ്യമാണത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിനെക്കുറിച്ച് അവർ ചോദിക്കുന്നത് കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് സംബന്ധിച്ച് വല്ല അറിവുമുണ്ടെന്ന് തോന്നിപ്പോകും. യസ്അലൂനക കഅന്നക അഫിയ്യുൻ അൻഹ. അള്ളാഹു അറിയിച്ചു കൊടുക്കാതെ അവിടത്തേക്ക് എന്തറിയാനാണ്? അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അതിനെക്കുറിച്ച് ഭയപ്പെടുന്നവർക്ക് തിരുമേനി അതിനെപ്പറ്റി താക്കീത് നൽകുന്നുവെന്ന് മാത്രം. എത്ര ഓർമ്മിപ്പിച്ചിട്ടും ഭയപ്പാട് വരാത്തവരെ താക്കീത് ചെയ്തിട്ട് ഫലമില്ലല്ലോ. വാസ്തവത്തിൽ അതിന്റെ സമയത്തെക്കുറിച്ചല്ല, അതിന്റെ ഗൗരവത്തെക്കുറിച്ചാണ് അവർ അന്വേഷിക്കേണ്ടത്. കാരണം അത് സംഭവിക്കുമ്പോൾ അവരുടെ പരമലക്ഷ്യമായിരുന്ന ഐഹിക ജീവിതത്തിൽ അവർ കേവലം ഒരു പകലിന്റെ സന്ധ്യാസമയത്തോളം അല്ലെങ്കിൽ അതിന്റെ രാവിലത്തെ സമയത്തോളം മാത്രമേ താമസിച്ചിട്ടുള്ളൂവെന്നും അവർക്ക് തോന്നും. അത്രയും ഭയങ്കരമായിരിക്കുമത്. അന്ത്യമില്ലാത്ത ഒരു ജീവിതത്തിന്റെ തുടക്കവുമായിരിക്കുമത്.